Hi friends, assalamu alaikum, namaskaram and welcome back to my channel. അപ്പോൾ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു രണ്ട് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോയുമായിട്ടാണ്. അപ്പോൾ കുഞ്ഞു ഡെക്കറേഷൻ നമുക്കൊന്ന് കണ്ടു നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് 2 kg കുൽഫി കേക്കാണ്. ടോൾ കേക്കാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അഥവാ ഞാൻ 2 പാനിൽ ഒരേ സമയം ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. കുൽഫി കേക്കിൻ്റെ വീഡിയോ നമ്മൾ റെസിപ്പി ആയിട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ഒരു പിങ്ക് റിബണാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ കേക്ക് ഫുള്ള് ഫിനിഷിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ കസ്റ്റമർ പറഞ്ഞത് പിങ്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്നുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കേക്ക് ഫുള്ളായിട്ട് 2 ക്രീം കോട്ടും കഴിഞ്ഞു, ഫൈനൽ കോട്ടും കഴിഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ജസ്റ്റ് സൈഡിലൊരു ഷെയ്ഡായിട്ട് ഇതുപോലെ കൊടുക്കാമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ നമ്മളെ ബസൂക്ക പിങ്കാണ് കേട്ടോ വൈറ്റ് വിപ്പിംഗ് ക്രീമിലേക്ക് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എടുത്ത പിങ്ക് കുറച്ചധികം കളർ അതിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ കളർ ഞാൻ ഫുള്ളായിട്ട് അതിൽ മിക്സ് ചെയ്തിട്ടില്ല. ഇനി ഞാനിതാ ജസ്റ്റ് സ്പാച്ചില വെച്ചിട്ട് ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരു ജസ്റ്റ് ലീഫ് പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. എന്തെങ്കിലും ഒരു പിങ്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പം ഞാൻ ചെയ്തത് അടുത്തതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 കോട്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന്മേൽ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. പിന്നെ വല്ല ഫ്ലവർ വരയ്ക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്കിതിന്മേൽ ഫ്ലവർ വരയ്ക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ലായിരുന്നു. കാരണം നമുക്കിതിന്മേൽ വേറൊരു ഡെക്കറേഷൻ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫോട്ടോ വെച്ചിട്ട്. അപ്പോൾ പിന്നെ അതിൽ ഫ്ലവർ വരയ്ക്കുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ലായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ചെറിയ ഡെക്കറേഷൻ തിരഞ്ഞെടുത്തത്. അപ്പോൾ സൈഡിൽ ഒരു സൈഡ് മാത്രമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് സ്പാച്ചില വെച്ചിട്ടുള്ള ഈ ഒരു ഡിസൈനും നമ്മൾ മുന്നേ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ഡെക്കറേഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യാറുണ്ടോ? ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് അതിൻ്റെ ഫോട്ടോസ് ഷെയർ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ അത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ അതവിടെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ബർത്ത്ഡേ ഗേളിൻ്റെ ഫോട്ടോ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഫോട്ടോ ഞാൻ നമ്മളെ A4 ഷീറ്റിൽ പ്രിൻ്റ് എടുപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒന്ന് എടുത്ത ടൈമിൽ ആദ്യം ഒന്ന് ചെറുതായി, പിന്നെ ഞാൻ വലിയ സൈസിൽ ഒന്നും കൂടി എടുപ്പിച്ചതാണിത്. അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് ഇത് കേക്കിൻ്റെ കൂടെ അലിഞ്ഞ് പോവില്ല എന്നുള്ളത്. കുറച്ച് കട്ടിയുള്ള ഷീറ്റാണ് കേട്ടോ, ഇത് അത്യാവശ്യം കട്ടിയുള്ള ഷീറ്റാണ്. പിന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അഥവാ റോസും വൈറ്റും ആയിട്ടുള്ള കളർ രണ്ടും മിക്സ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പിങ്ക് കളർ കൊടുത്ത അവിടെ കുറച്ച് അൺഫിനിഷിംഗ് ആയിട്ട് തോന്നി. അവിടെ ഞാൻ ഗോൾഡൻ ലീവ്സാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഫ്ലേക്സും കൂടി അവിടെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആയിട്ട് തോന്നി. എനിക്ക് തോന്നി, നിങ്ങൾക്ക് തോന്നിയെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഫോണ്ടൻ്റ് മോൾഡ് ഉണ്ട്. ഇതിൽ ഞാൻ പ്രസ് ചെയ്തിട്ട് കുറച്ച് റോസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. വളരെ ചെറുതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കേക്കിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാനാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ മുകളിൽ വെക്കണമൊക്കെ നമ്മൾ കപ്പൾക്കപ്പം ഉണ്ടാക്കിയിട്ട് CMCയോ അല്ലെങ്കിൽ തൈലോസോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ പ്രസ് ചെയ്ത് എടുത്തതിന് ശേഷം മുകളിലായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഒലിച്ച് പോകുമൊന്നുമില്ല. പിന്നെ ലാസ്റ്റായിട്ട് ഞാനൊരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും വെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ കുട്ടിയുടെ ഒരു ഫോട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ഈ ടോപ്പർ എവിടെ നിന്ന് വാങ്ങിയതാണെന്നൊക്കെ. ടോപ്പർ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ കൂടി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു ഫോട്ടോ എടുത്തപ്പം അത് സൈസ് ചെറുതായിപ്പോയിന്ന്. അപ്പോൾ ഞാൻ ആ ടോപ്പറിൻ്റെ കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ടോപ്പറൊന്നും ഇറങ്ങണില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കേക്ക് ഡിസൈൻ. അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് കേക്ക് ഏതാണെന്ന് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് കേക്ക് വന്നിട്ട് ഞാനൊരു 1 kg ബ്ലാക്ക് ഫോറസ്റ്റിലാണ് കേട്ടോ ഈ ഒരു ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുള്ള ഒരു പ്രിൻ്റാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 kg 8 ഇഞ്ച് പാനിൽ ചെയ്തിട്ടുള്ള കേക്കാണ്. ഇതുപോലെ ഒരു പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ കട്ട് ചെയ്തിട്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ ഫോണ്ടൻറ്റ് വെച്ചിട്ടുള്ള അഥവാ ഫോണ്ടൻറ്റ് കട്ടർ യൂസ് ചെയ്തിട്ട് കുറച്ച് ഫ്ലവേഴ്സ്, ഇപ്പം ആ ഒരു ബേബിയുടെ ഡ്രസ്സ് യെല്ലോ ആൻഡ് പിങ്ക് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് യെല്ലോ ആൻഡ് ബ്ലൂ ഫ്ലവേഴ്സ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫോണ്ടൻറ്റ് ഫ്ലവേഴ്സാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബർത്ത്ഡേ നൈം അതുപോലെ ടോപ്പറും വെച്ച് കൊടുക്കണുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കേക്കാണ്, എന്നാൽ കാണാൻ ഇത്തിരി ഭംഗിയുള്ളതാണ്. അപ്പോൾ ആ ഒരു ടോപ്പർ യൂസ് ചെയ്തിട്ടാണ് ഫോണ്ടൻറ്റ് കട്ടർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇതുപോലെ ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ 2 സിമ്പിൾ കേക്ക് ഡെക്കറേഷൻ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാനായിട്ട്. പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ ബൈ.